ഹലോ ടീച്ചേഴ്സ്, HSA നാച്ചുറൽ സയൻസിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ക്യാപ്സ്യൂൾ സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ട, പലപ്പോഴും കൺഫ്യൂസിങ് ആയിട്ടുള്ള, എക്സാമിന് റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്ന ടോപ്പിക്സുകളുടെ ക്വിക്ക് റിവിഷൻ നോട്ട്സാണ്. ഒരു ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനൊക്കെ നിങ്ങളെ വളരെയധികം സഹായിക്കുന്ന നോട്ട്സുകളാണ് ഈ സീരീസിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കാം. ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന പോർഷൻസിൽ ഒരെണ്ണം റെസ്പിറേറ്ററി പിഗ്മെൻറ്റ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ പിഗ്മെൻറ്റിൻ്റെ പേര്, കളറ്, അതിലടങ്ങിയിരിക്കുന്ന മെറ്റൽ അയോൺ, ഏതൊക്കെ അനിമൽ ഗ്രൂപ്പ്സിൽ കാണുന്നു, പിന്നെ സ്പെഷ്യൽ ഫീച്ചേഴ്സ്, ആ രീതിയിലാണ് വീഡിയോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഹീമോഗ്ലോബിൻ ആണ്. നമുക്കെല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്നതാണ് ഹീമോഗ്ലോബിൻ. റെഡ് കളറാണ്. അയേൺ ആണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. വേർട്ടിബ്രേറ്റ്സിലും കുറച്ച് അനലിഡ്സിലും ചില ഗ്രൂപ്പിൽ മാത്രം, ചില അനലിഡ്സിൻ്റെ ചില ഓർഗാനിസത്തിൽ മാത്രമാണ് ഹീമോഗ്ലോബിൻ കാണുന്നത്. സ്പെഷ്യൽ ഫീച്ചർ എന്താണ്? ഹൈ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി ഉണ്ട്. RBCയുടെ ഉള്ളിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നെക്സ്റ്റ് വൺ മയോഗ്ലോബിൻ ആണ്. റെഡ് കളറാണ്. അയൺ തന്നെയാണ് അടങ്ങിയിരിക്കുന്നത്. മസിൽ ടിഷ്യൂസിലാണ് കാണുന്നത്. മസിൽ ടിഷ്യൂസ് ഓഫ് വെർട്ടിബ്രേറ്റ്സിലാണ് കാണുന്നത്. ഓക്കെ, സ്ട്രോങ് ഓക്സിജൻ ഇൻ മസിൽസ്, സ്റ്റോർ ഓക്സിജൻ ഇൻ മസിൽസ്, ഹൈ അഫിനിറ്റി ദാൻ ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിനേക്കാളും കൂടുതൽ ഓക്സിജനോട് അഫിനിറ്റി ഉണ്ട്. മസിൽസിൽ ഓക്സിജനെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് മയോഗ്ലോബിൻ്റെ ഫങ്ഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഹീമോസയാനിൻ ആണ്. ഹീമോസയാനിൻ, സയാനിനിൽ കോപ്പറാണ് അടങ്ങിയിരിക്കുന്നത്. കോപ്പർ, ദെൻ ബ്ലൂ കളറാണ്. ഓക്കെ, ഹീമോസയാനിൻ ബ്ലൂ കളർ, കോപ്പറാണ് അടങ്ങിയിരിക്കുന്നത്. ആർത്രോപോഡ്സിലും മൊളസ്കുകളിലുമാണ് ഇത് കാണുന്നത്. ആർത്രോപോഡ്സിൽ, ക്രസ്റ്റേഷ്യൻസിലും അതുപോലെ മൊളസ്കുകളിലാണ് ഇത് മെയിനായിട്ട് കാണുന്നത്. ഡിസോൾവ്ഡ് ഇൻ പ്ലാസ്മ, പ്ലാസ്മയിൽ ഡിസോൾവ് ചെയ്തിട്ടാണ് ഇത് കാണുന്നത്. ടേൺ ബ്ലൂ വെൻ ഓക്സിജനേറ്റഡ്, ഓക്സിജനേറ്റഡ് കണ്ടീഷനിൽ ബ്ലൂ കളറാണ് ഹീമോസയാനിന് ഉണ്ടായിരിക്കുക. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്ലോറോക്ലോറിനാണ്. ഗ്രീനിഷ് കളറാണ് ഇതിനുള്ളത്. ക്ലോറോക്ലോറിന് ഗ്രീനിഷ് കളറാണ്. അയൺ തന്നെയാണ് അടങ്ങിയിരിക്കുന്നത്. ഹീമോസയാനിന് മാത്രമാണ് കോപ്പർ കാണുന്നത്. ഇത് പോളികീറ്റേ അനലിഡ്സിലാണ് ക്ലോറോക്ലോറിൻ കാണപ്പെടുന്നത്. പോളികീറ്റേ അനലിഡ്സിൽ സിമിലർ ടു ഹീമോഗ്ലോബിൻ ബട്ട് ഗ്രീനിഷ്, പ്ലാസ്മ പിഗ്മെൻ്റ് ആണ്. പ്ലാസ്മയിലാണ് കാണുന്നത്. ഹീമോഗ്ലോബിനോട് സിമിലർ ആണ്, പക്ഷേ ഗ്രീനിഷ് കളറായിരിക്കും ഉണ്ടായിരിക്കുക. ദെൻ ഹീമോ എറിത്രിൻ ആണ് പറയുന്നത്. അതിനൊരു വയലറ്റ് പിങ്ക് കളറാണ്. വയലറ്റ് പിങ്ക് കളറാണ് ഹീമോ എറിത്രിന്. അയൺ തന്നെയാണ്. അത് ബ്രാക്കിയോപോഡ്സിലാണ് മെയിനായിട്ട്. അതുപോലെ സം അനലിഡ്സിലും കാണപ്പെടുന്നുണ്ട്. മെയിനായിട്ട് ബ്രാക്കിയോപോഡ്സിലൊക്കെയാണ് കാണുന്നത്. റെയറായിട്ടാണ് ഇത് കാണുന്നത്. ഓക്സിജൻ ബൈൻഡിങ് വിത്തൗട്ട് ഹീം, ഇൻട്രാ സെല്ലുലാറായിട്ടായിരിക്കും ഇത് കാണുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് ഹീമോസയാനിൻ കോപ്പറാണ് അടങ്ങിയിരിക്കുന്നത്. ബാക്കി എല്ലാത്തിൽ അയൺ ആണ്. ദെൻ ഹീമോസയാനിൻ ബ്ലൂ കളറാണ്. ക്ലോറോക്ലോറിൻ ഗ്രീനിഷ് കളറാണ്. ആർത്രോപോഡിലും മൊളസ്കിലും ഹീമോസയാനിനാണ്. ഓക്കെ, വെർട്ടിബ്രേറ്റ്സിലാണ് ഹീമോഗ്ലോബിനും മയോഗ്ലോബിനും കാണുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ ഇതിൻ്റെ ജസ്റ്റ് ഒരു ഫൈനൽ ക്രിസ്പോർഡായിട്ട് ഇവിടെ ഒന്നുകൂടെ ഒന്ന് ക്രിസ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. ഹീമോഗ്ലോബിൻ അയൺ റെഡ് വെർട്ടിബ്രേറ്റ്സ്, മയോഗ്ലോബിൻ അയൺ റെഡ് വെർട്ടിബ്രേറ്റ്സിൽ തന്നെ മസിൽസിലാണ് കാണപ്പെടുന്നത്. ഹീമോസയാനിൻ കോപ്പർ ബ്ലൂ കളറാണ്. ആർത്രോപോഡ് മൊളസ്ക്. ക്ലോറോക്ലോറിൻ ഗ്രീനിഷ് കളറാണ്. പോളികീറ്റേ അനലിഡ്സിലാണ് കാണുന്നത്. ദെൻ ഹീമോ എറിത്രിൻ ആണ്, അയൺ ആണ്. ബ്രാക്കിയോപോഡ്സിലൊക്കെയാണ് മെയിനായിട്ട് കാണുന്നത്. വയലറ്റ്, ഒരു പിങ്കിഷ് കളറൊക്കെയാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്ലാന്റ് പിഗ്മെൻറ്റ്സിനെ കുറിച്ചിട്ടാണ്. പ്ലാന്റ് പിഗ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? ക്ലോറോഫിൽ എ ഉണ്ട്, ക്ലോറോഫിൽ ബി ഉണ്ട്, കരോട്ടിനോയിഡ്സ് ഉണ്ട്, സാന്തോഫിൽ, ആന്തോസയാനിൻ, ഫൈക്കോ എറിത്രിൻ, ഫൈക്കോസയാനിൻ. ഓക്കെ ആണല്ലോ. ക്ലോറോഫിൽ എ, ബി, ദെൻ കരോട്ടിനോയിഡ്സ്, സാന്തോഫിൽസ്, ആന്തോസയാനിൻ, ഫൈക്കോ എറിത്രിൻ, ഫൈക്കോസയാനിൻ. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഹീമോഗ്ലോബിൻ തന്നെ പോലെ തന്നെ പ്ലാന്റ്സിൽ നമുക്ക് കോമൺ ആയിട്ട് കൃത്യമായിട്ട് അറിയുന്നത് ക്ലോറോഫിൽ എ ആണ്. കളറ് ബ്ലൂ ഗ്രീൻ കളറാണ്. ക്ലോറോഫിൽ എ ബ്ലൂ ഗ്രീൻ കളറാണ്. തൈലക്കോയിഡ് മെംബ്രെയിൻസിലാണ് കാണുന്നത്. ക്ലോറോപ്ലാസ്റ്റിലെ തൈലക്കോയിഡ് മെംബ്രെയിൻസിലാണ് ക്ലോറോഫിൽ എ കാണുന്നത്. മെയിനായിട്ടുള്ള ഫോട്ടോസിന്തറ്റിക് പിഗ്മെൻ്റ് ആണ്.
ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ക്ലോറോഫിൽ ബി ആണ്. ക്ലോറോഫിൽ ബി യെല്ലോ ഗ്രീൻ കളറാണ്. ഇത് തൈലക്കോയിഡിൽ ക്ലോറോപ്ലാസ്റ്റിൽ തന്നെയാണ് കാണുന്നത്. ഇതൊരു അക്സസറി പിഗ്മെൻ്റ് ആണ്. ഓക്കെ, ലൈറ്റ് അബ്സോർബ് ചെയ്തിട്ട് ക്ലോറോഫിലേക്ക് കൊടുക്കലാണ് ക്ലോറോഫിൽ ബിയുടെ മെയിനായിട്ടുള്ള ഫങ്ഷൻ. ഓക്കെ, യെല്ലോ ഗ്രീൻ കളറ് ക്ലോറോപ്ലാസ്റ്റിൽ തന്നെയാണ് കാണുന്നത്. ദെൻ കരോട്ടിനോയിഡ്സ് ഓറഞ്ച് യെല്ലോ കളറാണ്. ക്യാരറ്റൊക്കെ വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്ത് ആലോചിക്കാം. ഒരു ഓറഞ്ച് കളറാണ് കരോട്ടിനോയിഡ്സ്, ഒരു ഓറഞ്ച് യെല്ലോ കളറാണ്. പ്ലാസ്റ്റിഡ്സിലാണ്, ജൈവകണങ്ങളിലാണ് ഇത് കാണപ്പെടുന്നത്. ജൈവകണങ്ങളിലാണ് കരോട്ടിനോയിഡ്സ് കാണുന്നത്. ഇതും ഒരു അക്സസറി പിഗ്മെൻ്റ് ആണ്. പ്രൊട്ടക്ട് ഫ്രം ഫോട്ടോ ഓക്സിഡേഷനിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് സാന്തോഫിലാണ്. സാന്തോഫിൽ യെല്ലോ കളറാണ്. ജൈവകണങ്ങളിൽ പ്ലാസ്റ്റിഡ്സിലാണ് കാണപ്പെടുന്നത്. ഒരു ടൈപ്പ് ഓഫ് കരോട്ടിനോയിഡാണ്. ലൈറ്റ് അബ്സോർപ്ഷനാണ് മെയിൻ ഫങ്ഷൻ. ദെൻ നെക്സ്റ്റ് ആന്തോസയാനിൻ റെഡ് ബ്ലൂ പർപ്പിൾ കളറിൽ കാണും. റെഡ് കളർ വെച്ച് കണക്ട് ചെയ്താൽ മതി. റെഡ് ബ്ലൂ പർപ്പിൾ കളർ ആന്തോസയാനിൻ വാക്യൂൾസിലാണ് കാണുന്നത്. കളറേഷൻ അട്രാക്ട് പോളിനേറ്റേഴ്സ്. നമുക്ക് ഫ്ലവേഴ്സിനൊക്കെ ഈ ഒരു കളർ റെഡ് പർപ്പിൾ ബ്ലൂ ഒക്കെ കളറാകുമ്പോൾ പോളിനേറ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാനിത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ആന്തോസയാനിൻ. ദെൻ നെക്സ്റ്റ് ഫൈക്കോ എറിത്രിൻ ആണ്. ഫൈക്കോ എറിത്രിൻ റെഡ് കളറാണ്. റെഡ് കളറാണ്. റെഡ് ആൽഗയിലാണ് മെയിനായിട്ട് കാണപ്പെടുന്നത്. ഗ്രീൻ ലൈറ്റിന് അബ്സോർബ് ചെയ്യുക, ലൈറ്റ് അബ്സോർപ്ഷനാണ് മെയിൻ ഫങ്ഷൻ ഇതിൻ്റെ വരുന്നത്. ദെൻ ഫൈക്കോസയാനിൻ ബ്ലൂ കളറാണ്. നമ്മൾ നേരത്തെ ഹീമോസയാനിൻ പഠിച്ചു, അതുപോലെ ഫൈക്കോസയാനിൻ ബ്ലൂ കളറാണ്. സയനോബാക്ടീരിയയിൽ ബ്ലൂ ഗ്രീൻ ആൽഗയിലൊക്കെ ഇത് കാണുന്നുണ്ട്. അബ്സോർബ് ഓറഞ്ച് റെഡ് ലൈറ്റ് അബ്സോർപ്ഷനാണ് മെയിനായിട്ടുള്ള ഫങ്ഷൻ. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്തത് RNA ആൻഡ് DNA പോളിമറൈസ് ഫങ്ഷൻസ് ആണ്. ഈ ഒരു സീരീസിൽ ഏതൊക്കെ ടോപ്പിക്സ് ഉൾപ്പെടുത്തുന്നത് നിങ്ങൾക്ക് താഴെ സജസ്റ്റ് ചെയ്യാം കേട്ടോ. ഈ ഒരു ടോപ്പിക്ക് ഒരു ടീച്ചർ സജസ്റ്റ് ചെയ്തതനുസരിച്ചിട്ട് ഞാൻ ഉൾപ്പെടുത്തിയതാണ്. RNA ആൻഡ് DNA പോളിമറൈസ് ഫങ്ഷൻസ്. ഓക്കെ, RNA പോളിമറൈസിനെ കുറിച്ചിട്ട് നമുക്ക് ആദ്യം നോക്കാം, അതിൻ്റെ മെയിൻ ഫങ്ഷൻസും ടൈപ്പും. അപ്പോൾ നമുക്കറിയാം RNA പോളിമറൈസ് എന്ന് പറയുന്നത് ട്രാൻസ്ക്രിപ്ഷൻ്റെ സമയത്ത് DNA ടെംപ്ലേറ്റിൽ നിന്നും RNA സിന്തസൈസ് ചെയ്യാൻ സഹായിക്കുന്ന പോളിമറൈസ് എൻസൈംസ് ആണ് RNA പോളിമറൈസ് എന്ന് പറയുന്നത്. ടൈപ്പ് ഓഫ് RNA പോളിമറൈസ് ഇൻ യൂകാരിയോട്സ്. നമ്മൾ പ്രോകാരിയോട്സിൽ ഒരു ടൈപ്പ് RNA പോളിമറൈസ് മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ പ്രത്യേകമായിട്ട് എടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ യൂകാരിയോട്ടിൽ RNA പോളിമറൈസ് കൺഫ്യൂസിങ് ആണ്. മെയിനായിട്ട് 3 ടൈപ്പാണുള്ളത്. 1, 2, 3 RNA പോളിമറൈസ് 1, 2, 3 ഉണ്ട്. അതിൽ RNA പോളിമറൈസ് 1 എന്ന് പറയുന്നത് റൈബോസോമൽ RNA സിന്തസിസിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. RNA ഉണ്ടാക്കാൻ RNA പോളിമറൈസ് 1. ഓക്കെ ആണല്ലോ. RNA പോളിമറൈസ് 2 ആണെങ്കിൽ മെസഞ്ചർ RNA ട്രാൻസ്ക്രൈബ് ആണ്. mRNA ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് RNA പോളിമറൈസ് 2 ആണ് വേണ്ടത്. ദെൻ RNA പോളിമറൈസ് 3 വേണ്ടത് tRNAക്ക് വേണ്ടിയിട്ടാണ്. ഒപ്പം തന്നെ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് പറയുന്നത് RNA പോളിമറൈസ് 1 rRNA ആണ് ഉണ്ടാക്കുന്നത്, പക്ഷേ 5s rRNA ഉണ്ടാക്കുന്നില്ല. ദെൻ പോളിമറൈസ് 2ൽ mRNA ആണ്, പിന്നെ സ്മോൾ RNAs ഉണ്ടാക്കുന്നുണ്ട്. മെയിനായിട്ട് പഠിക്കേണ്ടത് mRNA ആണ് പോളിമറൈസ് 2. പോളിമറൈസ് 3 ആണെങ്കിൽ tRNA ആണ്. ഒപ്പം തന്നെ നമ്മൾ RNA പോളിമറൈസ് 1ൽ പറഞ്ഞു 5s rRNA ഉണ്ടാക്കുന്നില്ല എന്ന്. 5s rRNAയും അതുപോലെ തന്നെ വേറെ സ്മോൾ rRNAs ഒക്കെ ഉണ്ടാക്കുന്നത് ഏതാണ്? RNA പോളിമറൈസ് 3 ആണ്. ഓക്കെ ആണല്ലോ. ഈ നിമോണിക്സിൽ കൊടുത്തിരിക്കുന്നതാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. 1 ആണെങ്കിൽ rRNA, 2 ആണെങ്കിൽ mRNA, 3 ആണെങ്കിൽ tRNA, 5s rRNA സിന്തസിസ് ആണ് അല്ലെങ്കിൽ ട്രാൻസ്ക്രൈബ് ആണ് നടക്കുന്നത്. ഇതിനെ ഒന്നുകൂടെ ക്രിസ്പൽ ഫോമിൽ കൊടുത്തിട്ടുണ്ട്. RNA പോളിമറൈസ് ഇൻ യൂകാരിയോട്സ് 1 rRNA, 2 mRNA, 3 tRNA plus 5s rRNA. ഓക്കെ, ഇനി നമുക്ക് DNA പോളിമറൈസിനെ കുറിച്ചിട്ട് നോക്കാം. DNA പോളിമറൈസ് ഫങ്ഷൻസ് ആൻഡ് ടൈപ്പ്. DNA പോളിമറൈസ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? റിപ്ലിക്കേഷൻ്റെ സമയത്ത് DNA ടെംപ്ലേറ്റിൽ നിന്ന് DNA ആണല്ലോ ഉണ്ടാകുന്നത്. അവിടെ വരുന്ന എൻസൈംസ് ആണ് DNA പോളിമറൈസ്. ഇത് പ്രോകാരിയോട്സിലും ഉണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ്, യൂകാരിയോട്ടിലും ഉണ്ട്. അപ്പോൾ പ്രോകാരിയോട്ടിൽ വരുന്നത് RNA പോളിമറൈസ് 1, 2, 3. ഓക്കെ, ആൻഡ് ദെൻ RNA പോളിമറൈസ് 1 സഹായിക്കുന്നത് റിമൂവ് DNA പ്രൈമേഴ്സ് ആൻഡ് ഫിൽ ഇൻ ദ ഗ്യാപ്പ് വിത്ത് DNA. ഓക്കെ, RNA പ്രൈമേഴ്സിനെ റിമൂവ് ചെയ്തിട്ട് ആ ഭാഗത്ത് ഫിൽ വിത്ത് ഗ്യാപ്സ് വിത്ത് DNAs ഫില്ല് ചെയ്യാണ്.
പ്രൈമർ റിമൂവലാണ് DNA പോളിമറൈസിൻ്റെ വണ്ണിൻ്റെ ഫങ്ഷൻ. ഓക്കെ, വണ്ണിൻ്റെ ഫങ്ഷൻ പ്രൈമർ റിമൂവൽ, DNA പ്രൈമേഴ്സിനെ റിമൂവ് ചെയ്യുക. ദെൻ DNA പോളിമറൈസ് 2 വരാണെന്നുണ്ടെങ്കിൽ DNA റിപ്പയർ ഡ്യൂറിങ് റിപ്ലിക്കേഷൻ. റിപ്പയർ ആണ് ഫങ്ഷൻ, DNA റിപ്പയർ ആണ് DNA പോളിമറൈസ് 2. DNA പോളിമറൈസ് 3 ആണെങ്കിൽ റിപ്ലിക്കേഷൻ ആണ് ഫങ്ഷൻ. മെയിൻ എൻസൈം ഇൻ DNA സിന്തസിസ് ആഡ്സ് ന്യൂക്ലിയോടൈഡ് ടു ദ 3' എൻഡ് ഓഫ് ദ DNA സ്ട്രാൻഡ്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് വരുന്ന ഒരു DNA സിന്തസിസിൽ വരുന്ന എൻസൈമാണ് DNA പോളിമറൈസ് 3 എന്ന് പറയുന്നത്. ആഡ് ന്യൂക്ലിക് ആസിഡ് ടു ദ 3' എൻഡ് ഓഫ് DNA സ്ട്രാൻഡ്, റിപ്ലിക്കേഷൻ. ഓക്കെ, 1 ആണെങ്കിൽ പ്രൈമർ റിമൂവൽ, 2 ആണെങ്കിൽ റിപ്പയർ, 3 ആണെങ്കിൽ റിപ്ലിക്കേഷൻ ആണ് വരുന്നത്. എന്താണ് പഠിച്ചത്? DNA പോളിമറൈസ് ഇൻ പ്രോകാരിയോട്സ് ആണ് നമ്മൾ നോക്കിയത്. ഇനി യൂക്കാരിയോട്സിലാണെങ്കിൽ DNA പോളിമറൈസ് ആൽഫ, ഡെൽറ്റ, എപ്സിലോൺ ഫോംസിൽ കാണപ്പെടുന്നുണ്ട്. ആൽഫയാണെങ്കിൽ ഇനീഷ്യേറ്റ് DNA സിന്തസിസ്, ഡെൽറ്റയാണെങ്കിൽ മെയിൻ പോളിമറൈസ് ഫോർ ലാഗിങ് സ്ട്രാൻഡ് സിന്തസിസ്, എപ്സിലോൺ ആണെങ്കിൽ സിന്തസൈസ് ദ ലീഡിങ് സ്ട്രാൻഡ്. ലീഡിങ് സ്ട്രാൻഡിൻ്റെ സിന്തസിസിന് എപ്സിലോൺ ആണ്. ഡെൽറ്റയാണെങ്കിൽ ലാഗിങ് സ്ട്രാൻഡിൻ്റെ സിന്തസിസ് ആണ്. ആൽഫയാണെങ്കിൽ ഇനീഷ്യേഷനാണ് ഇതിൽ മെയിൻ ഫങ്ഷൻ വരുന്നത്. ഓക്കെ, DNA പോളിമറൈസ് പ്രോകാരിയോട്സിലാണെങ്കിൽ DNA പോളിമറൈസ് 1 പ്രൈമർ റിമൂവർ ആണ്, 2 ആണെങ്കിൽ റിപ്പയർ ചെയ്യാൻ സഹായിക്കും, 3 ആണെങ്കിൽ റിപ്ലിക്കേഷന് വേണ്ടിയിട്ട് സഹായിക്കും. ഓക്കെ, ദെൻ യൂക്കാരിയോട്സിൽ ആൽഫയാണെങ്കിൽ സ്റ്റാർട്ട് അല്ലെങ്കിൽ ഇനീഷ്യേറ്റ് ദ സിന്തസിസ്, ഡെൽറ്റയാണെങ്കിൽ ലാഗിങ് സ്ട്രാൻഡ് സിന്തസിസ് ആണ്, എപ്സിലോൺ ആണെങ്കിൽ ലീഡിങ് സ്ട്രാൻഡ് സിന്തസിസ് ആണ് വരുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നിങ്ങൾക്ക് ഇത് പ്രധാനപ്പെട്ടതാണ്, എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ജെനറ്റിക്സ് ആണ്. ഓക്കെ, ജെനറ്റിക്സിൽ മെയിനായിട്ട് വരുന്ന ക്രോസുകൾ, ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ്, ജീനോട്ടിപ്പിക് റേഷ്യോ, ഫീനോട്ടിപ്പിക് റേഷ്യോ, അതിൻ്റെ എക്സാമ്പിൾ, ആ രീതിയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്കറിയുന്നത് മോണോ ഹൈബ്രിഡ് ക്രോസ് ആണ്. മോണോ ഹൈബ്രിഡ് ക്രോസിൻ്റെ ജീനോട്ടിപ്പിക് റേഷ്യോ 1:2:1 ആണ്. ഫീനോട്ടിപ്പിക് റേഷ്യോ 3:1 ആണ്. അതിൻ്റെ എക്സാമ്പിളായിട്ട് ഇതാ ഇവിടെ എ ആണ്, TL എടുത്തിരിക്കുന്നത് എ ആണ്. അപ്പോൾ ജീനോട്ടിപ്പിക് റേഷ്യോ ക്രോസ് ചെയ്യുമ്പോൾ 75% ഡൊമിനൻറ്റും 25% റിസസീവാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? 3:1 ആണ് ഫീനോട്ടിപ്പിക് റേഷ്യോ വരുന്നത്. ദെൻ ഡൈഹൈബ്രിഡ് ക്രോസ് 9:3:3:1 ആണ്. ഇതിൻ്റെ ഫീനോട്ടിപ്പിക് റേഷ്യോയും സെയിം തന്നെയാണ്. ദെൻ ക്യാപിറ്റൽ എ, സ്മോൾ എ, ക്യാപിറ്റൽ ബി, സ്മോൾ ബി ഇൻറ്റു ക്യാപിറ്റൽ എ, സ്മോൾ എ, ക്യാപിറ്റൽ ബി, സ്മോൾ ബി, ആ രീതിയിലാണ് ക്രോസ് വരുന്നത്. 2 ട്രൈറ്റ് വിത്ത് കംപ്ലീറ്റ് ഡൊമിനൻസ്. ദെൻ കോ ഡൊമിനൻസ് ആണ്. കോ ഡൊമിനൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും എക്സ്പ്രസ് ചെയ്യുന്നു, രണ്ടും ഒരേപോലെ എക്സ്പ്രസ് ചെയ്യുന്ന. എക്സാമ്പിളായിട്ട് ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റത്തിലെ AB ഗ്രൂപ്പ് നമുക്ക് പറയാം, രണ്ടും എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് അവിടെ. ഹ്യൂമൻ ബ്ലഡ് ഗ്രൂപ്പ്സ് ABO സിസ്റ്റം ഇവിടെ എക്സാമ്പിളായിട്ട് എടുക്കാം. ഇതിൻ്റെ ജീനോട്ടിപ്പിക് റേഷ്യോ 1:2:1 ആണ്. ഫിനോട്ടിപ്പിക് റേഷ്യോ 1:1:1 ആയിരിക്കും വരിക. ദെൻ ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ക്യാരക്ടേഴ്സിൻ്റെ മിക്സിംഗ് ആണല്ലോ ഇൻകംപ്ലീറ്റ് ആയിട്ട് രണ്ടും കാണുന്നത്. ഇപ്പോൾ മിറാബിലസ് ജലാപ്പയിലുള്ള അതായത് റെഡ് ആൻഡ് വൈറ്റ് ഫ്ലവേഴ്സും മിക്സ് ചെയ്തിട്ട് പിങ്ക് വരുന്നത് എക്സാമ്പിളായിട്ട് എടുക്കാം. ഇതിൻ്റെ ഇൻകംപ്ലീറ്റ് ഡൊമിനൻസിൻ്റെ ജീനോട്ടിപ്പിക് റേഷ്യോ 1:2:1 ആണ്. ഫിനോട്ടിപ്പിക് റേഷ്യോയും 1:2:1 ആയിരിക്കും വരിക. ദെൻ മൾട്ടിപ്പിൾ അലലീസ് എന്ന് പറയുമ്പോൾ ഒന്നിലധികം അലലീസ് ഒരു ഇതിനെ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിലാണ് ഈ ഒരു കണ്ടീഷൻ വരുന്നത്. 3 or more വേരിയേഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. ആ ഡൊമിനൻസ് പാറ്റേൺ അനുസരിച്ചിട്ടായിരിക്കും ഇത് വരിക. അതിന് കറക്റ്റായിട്ട് നമുക്ക് റേഷ്യോ പറയാൻ പറ്റില്ല. എക്സാമ്പിളായിട്ട് ABO ബ്ലഡ് ഗ്രൂപ്പാണ്. ABO ബ്ലഡ് ഗ്രൂപ്പ് മൾട്ടിപ്പിൾ അലലീസിന് എക്സാമ്പിളാണ്. ദെൻ ടെസ്റ്റ് ക്രോസ് എന്തിനാണ് ചെയ്യുന്നത്? ടെസ്റ്റ് ക്രോസ് ചെയ്യുന്നത് പാരൻറ്റിൻ്റെ ജീനോട്ടിപ്പിക് റേഷ്യോ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അൺനോൺ ജീനോടൈപ്പ് ക്രോസ്ഡ് വിത്ത് ഹോമോസൈഗസ് റിസസീവ് പാരൻറ്റുമായിട്ട് അൺനോൺ ആയിട്ടുള്ള ഒരു ജീനോട്ടിപ്പിക്കിനെ ക്രോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ അൺനോണിൻ്റെ എന്താണ് നമുക്ക് ജീനോടൈപ്പ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും.
ഓക്കെ. ബാക്ക് ക്രോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പാരൻ്റായിട്ട് ക്രോസ് ചെയ്യുന്നതാണ്. പക്ഷേ ടെസ്റ്റ് ക്രോസ് ആണെങ്കിൽ ഹോമോസൈഗസ് റിസസീവ് തന്നെ ആയിരിക്കണം. ദെൻ ഇതിൻ്റെ ഫീനോട്ടിപ്പിക് ആൻഡ് ജീനോട്ടിപ്പിക് റേഷ്യോ വരുന്നത് 1:1 ആണ്. ദെൻ സെക്സ് ലിങ്ക്ഡ് ട്രൈറ്റ് ആണെങ്കിൽ 1:1 മെയിൽ ഈസ്റ്റ് ഫീമെയിൽ ആണ്. കളർ ബ്ലൈൻഡ്നെസ് ഇൻ മെയിൽസ് വേരീസ് ആയിട്ട് കാണിക്കുന്നുണ്ട്. എക്സാമ്പിളായിട്ട് കളർ ബ്ലൈൻഡ്നെസ് എക്സ് ലിങ്ക്ഡ് ആയിട്ടുള്ള കളർ ബ്ലൈൻഡ്നെസ് ആണ് വരുന്നത്. ഓക്കെ. ദെൻ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ കമൻസും എനിക്കതൊരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ ആയിരിക്കും കൂടുതൽ കണ്ടൻറ്റ് നിങ്ങളിലോട്ട് എത്തിക്കുന്നതിനായിട്ട്. പിന്നെ ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും മികച്ച വിജയം ആശംസിച്ചുകൊണ്ട് താങ്ക് യു.